എന്തിനമ്മ ഇത്രയും നല്ല കല്യാണാലോചന വന്നിട്ടേ അത് വേണ്ടാന്ന് പറഞ്ഞത്? ഇമ്മാക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഇത്രയും നല്ലൊരു കല്യാണാലോചന ഇനി നമുക്ക് കിട്ടുന്നു തോന്നുന്നുണ്ട് ഉമ്മാക്ക്. പിന്നെ ഞാൻ എന്താ അവരോട് പറയേണ്ടത്? എനിക്ക് 10-20 വയസ്സായിട്ടുള്ളൂ. ഈ പഠിക്കണേന്റെ ഇടയ്ക്ക് എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എങ്ങനെ കാര്യം നടക്കാനാണ്? ആദ്യം പഠിച്ചൊരു ജോലിയാവ്, എന്നിട്ട് മതി കല്യാണമൊക്കെ. പിന്നെ പഠിപ്പ് കഴിയുമ്പോത്തിനെ ജോലി അവിടെ എടുത്തേച്ചിക്കല്ല, എന്നാ എനിക്ക് ജോലി, ഇന്നാ എനിക്ക് ജോലി എന്ന് അറിഞ്ഞാണ്ട് ഇമ്മാക്കെ ഞാൻ നന്നാവണത് തീരെ ഇഷ്ടല്ലമ്മ. എടി, അനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അന്റെ താത്താനെ കെട്ടിച്ചു വിട്ടേ കട ഈ അടുത്ത് തീർന്നിട്ടുള്ളൂ. അതിന്റെ ഇടക്ക് വാടക, ചെലവ്, അന്റെ പഠിപ്പ് എന്തെല്ലാം വേണമെന്നറിയാം. ഇപ്പോൾ അതിന്റെ സ്ത്രീധന പൈസ കൊടുത്തല്ലേ പകുതി പൈസ കടം വീട്ടാനാണ്. ഈ നാടൻ പണി എടുക്കണ എന്റെ കാക്കാക്കെ എങ്ങനെ കിട്ടാനാണ്? എന്തെങ്കിലും ഒരിക്കൽ എന്റെ കാക്കാന്റെ സന്തോഷത്തിനെ എന്റെ കാക്ക ജീവിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാക്ക് ഇക്കാനം കണ്ട് പൊന്തിച്ച് വെക്കണം. പിന്നെ ഇമ്മാന്റെ മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും? ഇമ്മാന്റെ വർത്താനം കേട്ട വിചാരിച്ച് ഇക്കന്നെ മാത്രമേ ഉള്ളൂ ഉമ്മാക്ക് എന്നുള്ളത്. ഞങ്ങൾ ആരും ഉമ്മാന്റെ മക്കളല്ല എന്നുള്ളത്. ആരോടെ ഞാനിതൊക്കെ പറഞ്ഞത്? പോത്തിന്റെ ചെവിയിലെ വേദം ഓതിയിട്ട് കാര്യാന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. എന്റെ കുട്ടി ഈ 2 പെങ്ങന്മാർക്കും വേണ്ടിയിട്ടേ കഷ്ടപ്പെടുക എന്നല്ലാതെ ഇതുവരെ അവന്റെ മനസ്സ് കാണാൻ വേണ്ടിയിട്ട് ഈ 2 പെങ്ങന്മാരും ശ്രമിച്ചിട്ടില്ല. അവർക്കുള്ള ജോലി, അവർക്കുള്ള പഠിപ്പ്, അവർക്കുള്ള ഭക്ഷണം, നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് എന്റെ കുട്ടി എത്ര കാലായിക്കണ്. എന്തിനാ അമ്മ അവള് ദേഷ്യപ്പെട്ടു പോയത്? അവൾക്കിപ്പോ കല്യാണം വേണമെന്ന് പറഞ്ഞത്. ആ പോക്രാ കൊടുന്ന കല്യാണം അത് നല്ല ബന്ധാണ്, അതിപ്പോ അവൾക്ക് വേണമെന്ന് പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിലെ നമ്മൾ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അവളെ? അവൾക്ക് പഠിച്ചിട്ട് ജോലിയായിട്ട് പോരെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് പറ്റൂല. അതൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാമ്മ. ഇപ്പൊ മറ്റവളെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വെളുതും കൂടിയല്ലേ ഉള്ളൂ. ഇവളെ ആഗ്രഹം നടക്കാന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന്. മോനെ, ഇമ്മാന്റെ കുട്ടി എന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചിരുന്ന കല്യാണം? ഇത് അന്റെ മറ്റൊരു പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഇപ്പൊ അടുത്തല്ല അതിന്റെ കടം തീർന്നത്. ഇനിയൊരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ?